ഫ്രീഡം ഈസ് ഇൻ പെരിൽ. ഡിഫെൻഡ് ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. സ്വാതന്ത്ര്യം സർവനാശം നേരിടുന്നു. നിങ്ങൾ സകല കരുത്തും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക. 1938 സെപ്റ്റംബർ 9 ജവഹർലാൽ നെഹ്റു സ്വന്തം നിലയ്ക്ക് നാഷണൽ ഹെറാൾഡ് ദിനപത്രം ആരംഭിക്കുമ്പോൾ അതിന് നൽകിയ ക്യാച്ച് വേർഡാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ കനത്ത പ്രതിരോധത്തിലായിരിക്കുന്നത് നെഹ്റുവിന്റെ 3ഉം 4ഉം തലമുറകളാണ്. കമ്പനിയുടെ ചെയർമാൻ നെഹ്റു തന്നെയായിരുന്നു. ആദ്യ എഡിറ്റർ ഏറെ പ്രശസ്തനായ കെ രാമറാവുവും. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടി. 1945 വീണ്ടും ആരംഭിക്കുമ്പോൾ മാനേജിംഗ് ഡയറക്ടറായി വന്നത് ഇന്ദിരയുടെ ജീവിത പങ്കാളിയും രാജീവിന്റെയും സഞ്ജയുടെയും പിതാവുമായ ഫിറോസ് ഗാന്ധിയാണ്. 1946 മുതൽ 32 വർഷം പത്രത്തെ പാർട്ടി മുഖപത്രത്തിലുപരിയായി എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് എം ചലപതി റാവു എന്ന എഡിറ്ററാണ്. ഇക്കാലമെല്ലാം നെഹ്റു കുടുംബത്തിലായിരുന്നു പത്രത്തിന്റെ ഉടമസ്ഥാവകാശം. പത്രം തുടങ്ങിയ ശേഷം പിന്നീട് നെഹ്റു ചേർത്തതാണ് 5000-ഓളം കോൺഗ്രസ് പ്രവർത്തകരായ ഓഹരി ഉടമകളെ. പിന്നെ ഈ പത്രം എങ്ങനെ ഉടമസ്ഥത മാറി?